ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് പറയുന്നു? ഇന്നൊരു ഫുൾ ഡേ റൂട്ടീൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആട്ടോ. പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ ഈ ബിൽഡിങ്ങും ഒന്നും ഇല്ലായിരുന്നു, മൊത്തം ഇങ്ങനെ കാട് പോലെ കിടക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ ബിൽഡിംഗ് ആയി. നമ്മുടെ അപ്പുറത്തെ സ്ഥലം മിക്കവാറും പെട്ടെന്ന് ബിൽഡിംഗ് ആവാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. ആ ഒരു ഗ്രീനറി എല്ലാം പോയി. അങ്ങനെ രാവിലെ അപ്പം ഞാൻ എണീറ്റ് കുറേ തുണി ഉണങ്ങിയതൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി മടക്കി വെക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ചൂടുവെള്ളം ചൂടാക്കാൻ പോവുക, അതിൻ്റെ കൂടെ ചായ അനത്തുന്നുണ്ട്. പിന്നെന്താ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ്. രാവിലെ ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാമെന്ന്. പുട്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, പുട്ടും പഴവും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഗോതമ്പ് പൊടിയും, അരിപ്പൊടിയുടെ പുട്ടല്ല, ഗോതമ്പ് പൊടിയുടെ പുട്ട്. അങ്ങനെ ഗോതമ്പ് പൊടി, ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനാണ്. അപ്പം നോക്കിയപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചെറുതായിട്ട് കട്ടിയായിട്ടുണ്ട്. ചെറിയ തണുപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇച്ചിരി വെള്ളം തളിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എണ്ണീറ്റ് വന്നായിരുന്നു. അവനും സ്പൂൺ ഇട്ടിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല അവൻ. അങ്ങനെ അപ്പോഴത്തേക്ക് ചായയൊക്കെ റെഡിയായി. ഞാൻ പെട്ടെന്ന് പുട്ടുകുറ്റിയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഇഡ്ഡലിക്കുട്ടത്തിലങ്ങ് പെട്ടെന്ന് പുട്ടുണ്ടാക്കി എടുക്കുകയാണ്. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമല്ല ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എടുത്താൽ ഇതാവുമല്ലോ. അപ്പോഴത്തേക്കും കുഞ്ഞ് പറയുകയും ചെയ്തു, വിശക്കുന്നു അമ്മ പറയുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുഴച്ച പുട്ടുപൊടിയെല്ലാം ഇങ്ങനെ ആക്കിയേ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു, അത് റെഡി ആകുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു. അപ്പോഴത്തേക്ക് അത് ആവി വന്നായിരുന്നേ. ആ സമയത്ത് ഞാൻ തേങ്ങ തിരുമല്ല ചെയ്യുന്നത്, ജാറിനകത്തിട്ട് കറക്കി എടുക്കുകയാണ്. പൊളിയത് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. ആവി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് ആ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പുട്ടുണ്ടാക്കാറുണ്ടോ? ഇച്ചിരി നല്ല എളുപ്പമാട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ അവന് പുട്ടും പഴവും കൊടുക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയും കുടിക്കുന്നുണ്ട്, അവൻ്റെ കാർട്ടൂണും കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ട് വന്നിട്ട് ഒന്ന് സാമ്പ്രാണിയൊക്കെ കൊളുത്തി. പിന്നെ രാവിലെ എടുത്ത തുണിയൊക്കെ കട്ടിലേ തന്നെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം മടക്കി വെച്ചു. അങ്ങനെ ആ റൂമൊന്ന് ക്ലീൻ ആക്കിയിട്ടു. രാവിലെ എണീറ്റപ്പോൾ ബെഡ്ഷീറ്റൊന്നും മടക്കിയില്ലായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് പിന്നെ പോയി ബെഡ്ഷീറ്റ് മടക്കി, കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ അവൻ ഈ ബെഡ്ഷീറ്റ് മടക്കുമ്പോൾ തന്നെ കട്ടിലേ കയറി കളിക്കാൻ തുടങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് തുണിയും കൂടെ നനച്ചായിരുന്നു, അതെല്ലാം ഇടുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു 11:30 ആയേ. 11:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കാമെന്ന്. അപ്പോൾ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇങ്ങനെ തോരൻ ഉണ്ടാക്കുന്ന ബീൻസ്, എല്ലാ തോരനും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കടുകും ജീരകവും എല്ലാം പൊട്ടിച്ചെടുക്കുവേ. അതിനകത്തോട്ട് ബീൻസിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് മിക്സ് ചെയ്തത് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് 1 ഗ്ലാസ് അരി ഇട്ട് വെച്ചായിരുന്നേ.
ഞാൻ കുക്കറിനകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് അരി ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് കഴുകി കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കുകയാണ് അരി ചെയ്യുന്നത്. രാവിലെ പുട്ടുണ്ടാക്കിൻ്റെ ബാലൻസ് ഇച്ചിരി തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് തന്നെ ഞാൻ തോരനകത്തോട്ട് ഇട്ട് കൊടുത്തേ. ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തേ. അപ്പോഴത്തേക്ക് ഇന്നലെ ഇച്ചിരി വാങ്ങിച്ച ചിക്കൻ്റെ ഞാനിച്ചിരി മസാലയൊക്കെ പുരട്ടി നേരത്തെ ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്ത് വെച്ചായിരുന്നു. രാവിലെ ഇതെടുത്ത് മാറ്റി തണുപ്പൊക്കെ മാറിയപ്പം ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഞാനത് വറുത്തെടുക്കുവാണ്. അങ്ങനെ ചിക്കൻ ഫ്രൈയും തോരനും മോരുകറിയൊക്കെ റെഡി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോരുകറി ഇച്ചിരി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം കുഞ്ഞിന് ഇച്ചിരി മക്കാന വറുത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് അവന് കൊടുത്തു. ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ രാത്രിയായപ്പം ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിയും ഒരു കുക്കുംബറും അരിഞ്ഞും എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചു, അത് തുടച്ചെടുത്ത് കബോർഡിലെല്ലാം ആക്കി വെച്ചു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. എങ്കിൽ ശരി, ബൈ.